എൻ്റെ പേര് ജോളി വിൻസെൻ്റ്. ഇത് എൻ്റെ മകൻ ആൽഫി. ഇത് ഹസ്ബൻഡ് മാത്യൂസ്. ഞങ്ങൾ കൊല്ലം ജില്ലയിൽ ക്ലാപ്പന ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2022 ജൂൺ മാസം 17-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇത് രണ്ടാമത്തെ തവണയാണ് ഈ പരിശുദ്ധമായ അൾത്താരയിൽ ഞാൻ സാക്ഷ്യം പറയാനായിട്ട് പരിശുദ്ധ അമ്മ ഇടയാക്കിയത്. അതിനിടയാക്കിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ മകന് കഴിഞ്ഞ മാസം 9-ാം തീയതി പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഈ ആക്സിഡൻ്റ് ഉണ്ടാകുന്നതിന് 3 ദിവസം മുമ്പായിട്ട് എൻ്റെ മനസ്സിൽ മാതാവ് പറയുന്നുണ്ട്, സാക്ഷ്യം പറയണമെന്നുള്ളൊരു മെസ്സേജ് കിട്ടുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഞാൻ അവിടെ കിടക്കുമ്പോൾ എനിക്കൊരു സ്വപ്നം കാണാനിടയായി. സാധാരണ ഗതിയിൽ ഞാൻ സ്വപ്നം കണ്ടാൽ എനിക്ക് അത് ഓർമ്മ വരത്തില്ല എഴുന്നേൽക്കുമ്പോൾ. പക്ഷേ അന്ന് സ്വപ്നം കണ്ട് ഞാൻ ചാടി എഴുന്നേറ്റ് വിഷമിച്ചു. എൻ്റെ മോൻ ഒരു അപകടം വരുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഹസ്ബൻഡ് അതിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് മോൻ എന്തോ ആപത്ത് വരാൻ പോകുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ല, നീ എന്തെങ്കിലും ചിന്തിച്ചിട്ട് കിടന്നതായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. എന്നാൽ ആ രാത്രി വെളുപ്പിന് ഒരു 2:30-3 മണിയായപ്പോൾ ഹസ്ബൻഡ് സ്വപ്നം കാണുകയും ചാടി എഴുന്നേറ്റ് എൻ്റെ മോനെന്ന് പറഞ്ഞ് വിളിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തട്ടി ഉണർത്തി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് എൻ്റെ മോൻ്റെ തലയ്ക്ക് ആരോ അടിച്ച് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ കണ്ട്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ്, മോൻ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കണം അവന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾക്കൊരു ടർഫുണ്ട്. അപ്പോൾ അവിടെയാണ് മോൻ സാധാരണ കൂടുതൽ സമയം ഇരിക്കുന്നത്. അവിടെ എന്തെങ്കിലും ആയിരിക്കും അപകടം നടക്കുന്നതെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ അന്ന് ഉപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു. ഞാൻ വഴി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരി ഉച്ചയായപ്പം ഉപ്പ് കൊണ്ടുവന്ന് ഈ സംഭവം നടക്കുന്ന അന്ന് ഉച്ചയ്ക്ക്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, എൻ്റെ മോന് എന്തോ സംഭവിക്കാൻ പോകുന്നു, നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാൻ കണ്ണുനീരോടാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഉപ്പ് കൊണ്ടുപോയി ടർഫിലിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്, മോനോട് ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം കുർബാനയ്ക്ക് പോയി. ഹസ്ബൻഡ് ഞാനും കുർബാന കഴിഞ്ഞ് വന്നു. അപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു, ഉപ്പ് എടുത്തുകൊണ്ട് വാ, നമുക്ക് നടന്നു പോയി അവിടെ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മോൻ അന്നേരം പള്ളിയിലാണുള്ളത്. ഞാനും ഹസ്ബൻഡിനും കൂടെ പോയി ടർഫിൽ പോയി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി 4 വഴിയും പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് ഹസ്ബൻഡ് വീണ്ടും പള്ളിയിലോട്ട് പോയി. ഞാൻ വീട്ടിലാണുള്ളത്. അപ്പം മോൻ ഒരു 8:15 ആയപ്പോൾ പള്ളിയിൽ നിന്ന് ഓച്ചിറ വരെ ഒരാവശ്യത്തിന് വേണ്ടി പോയി. തിരിച്ച് വരുമ്പോഴാണ് ഒരു കാറ് മുമ്പേ പോകുന്നു. അത് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് ഇടത്തോട്ട് തിരിച്ച് പുറകിന് വന്ന മോന സഡൻ ബ്രേക്ക് ഇടുകയും, ബുള്ളറ്റിലായിരുന്നു, ഹെൽമെറ്റ് ഇല്ല, വണ്ടി മറിഞ്ഞു. മോൻ ഭയങ്കരമായിട്ട് ബ്രേക്ക് പിടിച്ചതിൻ്റെ സൗണ്ടിലാണ് കാറുകാർ ശ്രദ്ധിക്കുന്നത്. മോൻ മറിഞ്ഞു വീഴുകയും ചെയ്തു. കാറുകാർ എന്തായാലും വണ്ടി നിർത്തി മോനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇല്ലെങ്കിൽ കാറ് വിട്ടു പോയിരുന്നെങ്കിൽ സത്യത്തിൽ മോൻ അവിടെ കിടന്നു പോവുകയുള്ളൂ. ആ ഒരു ടൈമിലും പിന്നെ ആൾക്കാരും വിചാരിക്കും എന്തെങ്കിലും ഈ ഒരു പ്രായമൊക്കെ ആണെങ്കിൽ മറ്റെന്തെങ്കിലും ആയിട്ട് കിടക്കുമായിരിക്കും എന്ന് വിചാരിച്ചേനെ. പക്ഷേ കാറുകാർ ആ സമയത്ത് തന്നെ വണ്ടി നിർത്താനും മോനോട് കുഴപ്പമില്ലെന്ന് മോൻ പറഞ്ഞെങ്കിലും പെട്ടെന്ന് ബോധം കെട്ട് വീണു. അങ്ങനെ മോനെ അവർ ആ കാറിൽ തന്നെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഓച്ചിറയിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മോൻ ഓർമ്മ വന്നു. അവൻ്റെ ഡാഡിയുടെ നമ്പർ പറഞ്ഞു കൊടുത്തു. അവരതിൽ വിളിച്ചു. പള്ളിയിലായിരുന്നത് കാരണം ഹസ്ബൻഡിന് ഫോൺ എടുക്കാൻ പറ്റിയില്ല. അന്നേരം വീണ്ടും മോനെ എപ്പോഴും ഓർമ്മ വന്നപ്പോൾ എൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തു. അങ്ങനെ മാതാവായിട്ടാണ് എന്നെ ഫോൺ വിളിക്കാനിടയാക്കിയതും. ഞാൻ പിന്നീട് ഹസ്ബൻഡിനെ തുടർന്ന് വിളിച്ച് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ്, ഞാൻ അറിഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകുകയെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ഓടിച്ചെന്ന് എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ജപമാല കയ്യിലെടുത്ത് കതവ് പൂട്ടി ഹസ്ബൻഡിനോട് പറഞ്ഞു, അങ്ങനെ ഒറ്റയ്ക്ക് പോകരുത്, ഇവിടെ വരണം, എന്നെയും കൊണ്ടുപോയേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് മനസ്സിലായി എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന്. ഹസ്ബൻഡ് പകുതി വരെ എത്തി തിരിച്ച് വന്ന് എന്നെയും വിളിച്ച് പോയി. അവിടെ ചെന്നപ്പം എൻ്റെ ഇത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോനൊന്നുമില്ല, അവൻ പേടിച്ചതാണ്, അവൻ്റെ കാലിനോ നട്ടലിനോ കൈകൾക്കോ ഒന്നും ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ബലമെല്ലാം പരിശോധിച്ച് നോക്കിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് മോൻ്റെ അടുത്ത് ചെന്ന്, മോൻ കണ്ണ് തുറന്നിരിക്കുകയായിരുന്നു. എന്നെ കണ്ടതും എൻ്റെ തലയിൽ കൈ വെച്ചിട്ട് മോനൊന്ന് കണ്ണടച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു, ഈ ഫ്ലൂയിഡ് തീരുമ്പോൾ നിങ്ങൾക്ക് മോനെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ കണ്ണടയ്ക്കുമ്പം മോൻ്റെ കണ്ണിൻ്റെ മേളിൽ ഒരു നീല പാട് കണ്ട്. അപ്പം ഞാൻ ഹെൽത്തിനാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് സത്യത്തിൽ എൻ്റെ നാവൊന്നും പോകുന്നില്ല. ഞാൻ കൈ കൊണ്ട് ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടർ വന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, മാഡം ഇതിപ്പം വന്ന ഒരു പാടാണ്, ഇത് ക്ലോട്ടാണെന്തോ, അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് മാഡം ട്രിപ്പ് സ്റ്റോപ്പ് ചെയ്യുകയും CT എടുക്കുകയും ചെയ്തു. അപ്പോഴാണ് മോന് ഹെഡ് ഇഞ്ചറി ഉണ്ട്, ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ട്, സ്കള്ളിന് ബാക്കിൽ പൊട്ടലുണ്ട്, കണ്ണിൻ്റെ താഴെ ഒരു ചെറിയ എല്ലിന് പൊട്ടലുണ്ട്. ഞാൻ ഈ പാട് കാണുന്നില്ല എങ്കിൽ എൻ്റെ ഹസ്ബൻഡ് മാത്രം പോയിരുന്നെങ്കിലും മോനെ ഹസ്ബൻഡ് വണ്ടിയിലിട്ട് വീട്ടിൽ കൊണ്ടുവരും. അവർ വേദനയ്ക്കും സെഡേഷനുള്ള ഇഞ്ചക്ഷനും കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഒരുപക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മോൻ്റെ അവസ്ഥ ഇന്ന് ഈ നിൽക്കുന്ന അവസ്ഥ ആയിരുന്നില്ലായിരിക്കും. ഏതായാലും പെട്ടെന്ന് തന്നെ ന്യൂറോ ഉള്ള ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് വീണ്ടും സ്കാൻ ചെയ്തു. അപ്പം ഡോക്ടർ പറഞ്ഞു, ബ്ലീഡിംഗ് ഉണ്ട്, 96 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല, അതുപോലുള്ള ഒരു അവസ്ഥയിലാണ്, ഇഞ്ചറി ഉണ്ടായിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു പാർട്ടിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആകെയുള്ളൊരു മകനാണിത്, വേറെ മക്കളില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം നോക്കി കരഞ്ഞു. കൂട്ടത്തിൽ ഹസ്ബൻഡിൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ ആംബുലൻസിൽ തന്നെ തിരിച്ചു പോവുകയും ചെയ്ത് ഞങ്ങൾ പരസ്പരം നോക്കി കരയുവാണ്. പിന്നീട് രാവിലെ ആയപ്പോഴത്തേക്ക് മേജർ ഡോക്ടർ വന്നു, CT നോക്കി. അപ്പം ആ രാത്രിയും തന്നെ ഞാൻ മാതാവിനെ വിളിച്ച് ഈ ജപമാലയും കയ്യിൽ പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. രാത്രി തന്നെ ഞാൻ മാതാവിനോട് പറയുന്നു, മാതാവേ, എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലോ ഒപ്പുമില്ല, പെട്ടെന്ന് ഞാൻ പോരുന്നതാണ്, എൻ്റെ മകന് നീ സൗഖ്യം നൽകണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് ഫോൺ എടുത്ത് ഞാൻ വഴിയായി ഉടമ്പടി എടുത്തിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരു മെസ്സേജ് അയച്ച്, വിളിക്കാനുള്ള ഇതില്ല, മനുഷ്യരെ ബാക്കിയുള്ളവരെ ആരെയും വിളിച്ചിട്ട് കാര്യമില്ല, മോന് പ്രാർത്ഥനയാണ് ആവശ്യമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പോൾ തന്നെ ഈ ഉടമ്പടി എടുത്ത എനിക്ക് അറിയാവുന്നവർക്കെല്ലാം ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു ഫോർവേഡ് ചെയ്തു.
അന്നേരം രാത്രി 2:30 മണിയായപ്പോൾ എൻ്റെ സഹോദരിയും ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. അവളുടെ മകൻ്റെ കയ്യിൽ 2:30-3 മണിക്ക് മുമ്പായിട്ട് ഉടമ്പടി തൈലവും ഉപ്പും എൻ്റെ കയ്യിലെത്തി, ഞാൻ പറയാതെ തന്നെ. വെളുപ്പിനെ മോനെ കാണാൻ കയറ്റിയപ്പോൾ തന്നെ ഞാൻ മോൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ചു, വായിൽ ഉപ്പ് നൽകി. അവൻ്റെ അവസ്ഥ കണ്ട് ഞാൻ വിഷമിച്ച് നിന്നു. അപ്പോഴ് എൻ്റെ അടുത്ത് നിന്ന് സിസ്റ്റർ പറയുവാണ്, എൻ്റെ മോൻ്റെ കഴുത്തിലൊരു കൊന്തയുണ്ട്. അപ്പോൾ സിസ്റ്റർ പറയുകയാണ്, ഈ കൊന്ത ഊരി മാറ്റണം, ICUവിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിഷമിച്ച് കരഞ്ഞു. എൻ്റെ കയ്യിലുള്ള കാശ് രൂപം കൂടെ ആ കൊന്തയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ICUവിൽ ചെന്ന് നിൽക്കുന്നത്. അത് പറഞ്ഞിട്ട് ആ സിസ്റ്റർ പോയി. ഞാൻ വിഷമിച്ച് നിന്ന്, മാതാവേ, ഞാൻ ഈ കാശ് രൂപം വെക്കാനാണല്ലോ വന്നേ, അപ്പോൾ കൊന്തയും കൂടെ ഊരി മാറ്റാനാണോ പറയുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരു സിസ്റ്റർ വന്നിട്ട് ചോദിച്ചു, ആൻറ്റി എന്തിനാണ് വിഷമിക്കുന്നത്, മോന് കുഴപ്പമില്ലല്ലോ, മോൻ ഉറങ്ങുവാണ്, ആൻറ്റി വിഷമിക്കാതെ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ്, മറ്റേ സിസ്റ്റർ പറഞ്ഞു, മോൻ്റെ കഴുത്തിൽ നിന്ന് കൊന്ത ഊരാൻ, എനിക്ക് ഈ കാശ് രൂപം കൂടെ മോൻ്റെ കഴുത്തിൽ ഇടാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞ്, മോൻ്റെ കഴുത്തിൽ ആ കൊന്ത കിടന്നോട്ടെ, അത് ഊരി മാറ്റണമെങ്കിൽ ഞാൻ മാറ്റിക്കോളാം, ആൻറ്റി ഒരു കാര്യം ചെയ്യും, ആ കാശ് രൂപം കൂടെ ആ മോൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അപ്പം തന്നെ വിചാരിച്ചു, പരിശുദ്ധ അമ്മ ഇവിടെ ഉണ്ട്, എൻ്റെ മോനൊന്നും വരുത്തത്തില്ല. ഞാൻ നോക്കുമ്പം ആ സിസ്റ്ററിൻ്റെ കഴുത്തിൽ കാശ് രൂപം കിടക്കുന്നു, മാതാവിൻ്റെ. അങ്ങനെ എനിക്ക് മനസ്സിലായി, മാതാവ് അവിടെ മോൻ ഒരു ആപത്തും വരുത്താതെ അവിടെ മോൻ്റെ സമീപത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും ഞങ്ങൾ പുറത്ത് വന്നിരുന്നു. 10 മണിയായപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞങ്ങൾ ആകെ തകർന്നു. മോന് ഫിറ്റ്സ് വരുമെന്നും വോമിറ്റിംഗ് ഉണ്ടാകും, അവൻ്റെ മെമ്മറി ചിലപ്പം നഷ്ടപ്പെടുമെന്നും വയലൻ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ബ്ലീഡിങ് കൂടുകയും ഫർദർ പ്രൊസീജിയറിലേക്ക് പോകേണ്ടി വരും, പിന്നീട് എന്താണെന്ന് അറിയില്ല. ഇത് കേട്ടപ്പം ഞാൻ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും ഞാൻ ഫീൽഡിൽ ഒരുപാട് കേസുകൾ ഹെഡ് ഇഞ്ചറി ആയിട്ട് ഓരോരുത്തർ ഫേസ് ചെയ്യുന്നതൊക്കെ എനിക്കറിയാം. പിന്നെ എൻ്റെ ഇടവകയിൽ തന്നെ ഹെഡ് ഇഞ്ചറി ഉണ്ടായി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. ഇതെല്ലാം എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. ഞാൻ കരഞ്ഞ് നിലവിളിച്ച് അവിടെ വെറുതെ നിലത്ത് കിടക്കുകയാണ്. അങ്ങനെ ഒരു 2:30-3 മണിയായപ്പം ഞാൻ കിടക്കുന്ന ഭാഗത്തുനിന്ന് ഗ്ലാസ്സിൽ കൂടെ എനിക്ക് പുറത്തോട്ട് നോക്കുമ്പം ആകാശം മുഴുവൻ കടൽ അടിക്കുന്നത് പോലെ കടലാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ആകാശം മുഴുവൻ കടലടിക്കുന്നു. ഞാനിങ്ങനെ നോക്കിയിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞ്, എൻ്റെ അടുത്തിരിക്കുന്നുണ്ട് ഹസ്ബൻഡ്, ആരൊക്കെയോ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അച്ഛേ, ഇത് നോക്ക്, മാതാവ് ഇവിടെ ഉണ്ട്, ആകാശം മുഴുവൻ കടലാണ്, എൻ്റെ മോന് കുഴപ്പമൊന്നും വരില്ല, ഇന്ന് തന്നെ നമുക്കൊരു നല്ല മെസ്സേജ് കിട്ടും എന്ന് ഞാൻ പറഞ്ഞ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ സഹോദരിയാണ് ഞങ്ങൾക്ക് ആകെ അവിടെ ബലം പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ സമനിലയില്ലാത്ത പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു 5 മണിക്ക് മോനെ കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് കയറാൻ പോകുന്ന സമയത്ത് മോനെ ICUവിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുന്നത്. രാവിലെ ഡോക്ടർ പറഞ്ഞത് ഇനി നാളെയാണ് CT എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രാവിലെ അങ്ങോട്ട് കയറുമ്പോൾ മോനെ ഇങ്ങോട്ട് ഇറക്കുന്നത് കണ്ടപ്പം ഞങ്ങൾ അത് പേടിച്ചു. അപ്പം സിസ്റ്റർ പറഞ്ഞു, കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ CT എടുത്തിട്ട് 5:30-6 മണിക്ക് മുമ്പായിട്ട് ഞങ്ങളെ മാത്രം വിളിച്ചിട്ട് പറയുന്നു, മോൻ്റെ ബ്ലീഡിങ് പുതിയതായിട്ടൊന്നുമില്ല, അത് സ്റ്റോപ്പായിട്ടുണ്ട്, പുതിയതായിട്ട് ബ്ലീഡൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും എന്ന് ഒരു സമാധാനം കിട്ടി. എങ്കിലും ഞങ്ങൾ ആ രാത്രിയിൽ അവിടെ തന്നെ കിടന്നു. ഞാനും ഹസ്ബൻഡും ആ നിലത്ത് തന്നെ ഇരിക്കുവാണ്. അപ്പം ഒരു വെളുപ്പിനെ 3 മണിയായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, ഈ മെഴുകുതിരി വെളുപ്പിനെ നീലത്തിരി കത്തിക്കുവാൻ എനിക്ക് പറ്റുന്നില്ല, നിൻ്റെ നീലത്തിരി എൻ്റെ കയ്യിലില്ല, നിൻ്റെ നീല അങ്കി കൊണ്ട് എൻ്റെ മോനെ പൊതിഞ്ഞ് സംരക്ഷിക്കണം എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചു. ഹസ്ബൻഡ് അവിടെ നിലത്ത് തന്നെ കിടന്നു. ഞാൻ അവിടെ നിന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. നേരം വെളുത്തൊരു 6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ആകാശത്തോട്ട് നോക്കുമ്പം നിറച്ച് നീല പ്രകാശമാണ്, വെള്ള പ്രകാശം, വെള്ളയാണ് മൊത്തം, ആകാശം മുഴുവൻ വെള്ള. എന്നാൽ ഒരു ബെഡ്ഷീറ്റ് പോലെ ഒരു അങ്കി, മാതാവിൻ്റെ അങ്കി കണ്ടു. ഞാനത് ഫോട്ടോ എടുത്ത് ഞാൻ അച്ഛനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ അങ്കി കണ്ടു. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചുണർത്തി. ഞാൻ പറഞ്ഞു, മാതാവ് മോനെ നീല അങ്കി കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും 10 മണിക്കാണ് ഡോക്ടർ മെസ്സേജ് തലേദിവസമൊക്കെ പറഞ്ഞത്. അന്ന് രാവിലെ 8:30 മണിയായപ്പോൾ തന്നെ ഡോക്ടർ വന്ന് പറഞ്ഞു, മോന് പുതിയ ബ്ലീഡിംഗ് ഇല്ല, അവൻ ഇതുവരെയും വൊമിറ്റ് ചെയ്തില്ല, അവന് ഫിറ്റ്സ് വന്നില്ല, അവന് മറ്റ് വയലൻസ് ഒന്നുമില്ല, അവന് മെമ്മറി ഉണ്ട്, അവൻ ഇൻ്റലിജൻ്റ് ആയിട്ട് ചോദിച്ച കാര്യത്തിനൊക്കെ മറുപടി പറഞ്ഞു, ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ടുള്ള എങ്കിലും അവന് ഈ പറഞ്ഞ 4 ദിവസവും ICUവിൽ തന്നെ ഒബ്സർവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് തുടർന്ന് പെട്ടെന്നാണ് അവന് റിക്കവറായി. അവനെ 7ാമത്തെ ദിവസം തന്നെ, അതായത് മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാളിൻ്റെ അന്ന് ഡിസ്ചാർജ് ചെയ്ത് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി, ഒരു സ്കിന്ന് പോലും എൻ്റെ മോൻ്റെ ഇടും പൊട്ടി ഒരു ബ്ലഡും ഉണ്ടായില്ല. കൂടെ വന്നപ്പോൾ അവന് നല്ല തലവേദന ഉണ്ടായി. അപ്പം ഡോക്ടർ പറഞ്ഞിരുന്നു വേദന ഉണ്ടാകുമെന്ന്. അങ്ങനെ എൻ്റെ സഹോദരി ഓടി സിസ്റ്ററിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് ഡോക്ടറിനെ വിളിച്ച് പെയിൻ കില്ലർ എഴുതിച്ച് തിരിച്ച് കൊണ്ടുവന്നതിന് പുറം ഞാൻ ഉടമ്പടി തൈലം എടുത്ത് എല്ലാ ദിവസവും പുരട്ടും. എങ്കിലും അന്ന് വേദന പറഞ്ഞ ദിവസം ഉടമ്പടി തൈലം എടുത്ത് മോൻ്റെ നെറ്റിക്ക് പുരട്ടി, തലയിൽ പുരട്ടി പ്രാർത്ഥിച്ചു. സിസ്റ്റർ പാരസെറ്റമോൾ ഇഞ്ചക്ഷൻ കൊണ്ട് വന്നപ്പോഴത്തേക്ക് മോൻ്റെ തലവേദന മാറി, അവന് വേദനയില്ല. ആ ഇഞ്ചക്ഷൻ മോൻ എടുക്കേണ്ടതായിട്ട് വന്നില്ല. ഡിസ്ചാർജ് ചെയ്തപ്പോഴും ഇതുപോലെ തലവേദനയും തലകറക്കവും ഉണ്ടാകും, 2-3 ആഴ്ചത്തേക്കെന്ന് പറഞ്ഞാണ് വിട്ടത്. പക്ഷേ മോന് തന്ന പെയിൻ കില്ലർ ഈ നിമിഷം വരെയും കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇപ്പം ഞങ്ങൾ ഫോളോ അപ്പ് വിസിറ്റിന് ചെന്നു. അവൻ്റെ ബ്രെയിൻ ഇപ്പം CT എടുത്തു, ക്ലിയർ ആണ് അവൻ്റെ ബ്രെയിന്. ഒരു സ്കള്ളിൻ്റെ ചെറിയൊരു ക്രാക്ക് ഉണ്ട്. നമ്മൾ കയ്യിലോ കാലിലോ ഫ്രാക്ചർ ഉണ്ടായ പ്ലാസ്റ്റർ ഇടുന്ന പോലെ അവിടെ ചെയ്യാൻ പറ്റത്തില്ല, എങ്കിൽ അത് തനിയെ തന്നെ മാറിക്കോളും. അവനൊരു സ്കൂളിൽ പഠിപ്പിക്കുവാണ്, നമ്മുടെ സഭയുടെ തന്നെ. അപ്പം താൽക്കാലികമായിട്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അടുത്ത ഓണം കഴിഞ്ഞതിന് ശേഷം പോകുന്നതിന് ബുദ്ധിമുട്ടില്ല. 1 മാസത്തേക്ക് ഒരു ഗുളിക മാത്രം കഴിക്കാൻ തന്നിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ അവന് നടക്കുന്നതിനോ അങ്ങനെ ഒരു തലകറക്കോ ഓർമ്മക്കുറവോ ഒന്നുമില്ല. അവന് നല്ല ആരോഗ്യവാനായിട്ട് തന്നെ ഇരിക്കുന്നു. എൻ്റെ മോനെ ഇങ്ങനെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. രണ്ടാമതായിട്ട്
ഞങ്ങൾക്കൊരു സ്ഥലമുണ്ടായിരുന്നു, ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ് കുറച്ച് വസ്തു. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ കാറിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ഒരു ടർഫ് കണ്ട് ഇതുപോലെ കളിസ്ഥലം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഒരു ടർഫ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ വസ്തുവും ഇതുപോലെ നല്ല ക്ലിയറായിട്ട് കിടന്നേനായിരുന്നല്ലോ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അതിന് 10-50 ലക്ഷം രൂപയോളം വരും. അപ്പോൾ ഞങ്ങളൊരു ഭവനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ലോണും കാര്യങ്ങളും ഓൾറെഡി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പം ഒരു വർഷത്തിനകത്ത് നമ്മൾ പറയാതെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരിയും ഹസ്ബൻഡും കൂടെ ഇങ്ങോട്ട് വരികയും അങ്ങനെ പാർട്ണർഷിപ്പിൽ ഒരു ടർഫ് ഞങ്ങൾക്ക് പണിയാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ആ ടർഫിൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ കോവിഡ് സമയത്തായിരുന്നു, 2022 അത് തുടങ്ങിയത്. 2023 ഫെബ്രുവരി 25 ഞങ്ങൾ അതിൻ്റെ ഇനാഗുറേഷൻ വെച്ചു. അപ്പോഴിതുപോലെ വികാരി അച്ഛനെയും വിളിച്ചു. ഞങ്ങൾക്ക് അതൊരു പൊതുവായിട്ടുള്ളൊരു സംരംഭമായതുകൊണ്ട് അതൊരു പബ്ലിസിറ്റി വേണമെന്ന് ആഗ്രഹിച്ചു. ഹസ്ബൻഡിൻ്റെ സഹോദരിയുടെ ഹസ്ബൻഡും കൂടെ ചേർന്ന് ഒരു MLAയോ മന്ത്രിയോ ആരെങ്കിലും കൊണ്ട് ഇനാഗുറേഷൻ ചെയ്യിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് പലയിടത്തും പോയി. ആദ്യം വരാമെന്ന് പറഞ്ഞെങ്കിലും അവരുടെയൊക്കെ തിരക്കുകൾ മൂലം അവർക്ക് ഈ പറഞ്ഞ വ്യക്തികൾക്ക് രണ്ടുപേർക്കും വരാൻ പറ്റില്ല. അങ്ങനെ വിഷമിച്ച് നിന്നപ്പോൾ ഞാൻ അന്നത്തെ ദിവസം ഞങ്ങളുടെ ഡാഡിയുടെ ആണ്ടായിരുന്നു. അന്നേരം ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ ഉണ്ട്. അപ്പോൾ വിഷമിച്ച് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ട് കാര്യമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഇരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയുന്നു, അതിൻ്റെ ഇടയിൽ നടന്ന കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല, ഞാൻ അറിഞ്ഞില്ല. ഹസ്ബൻഡ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുന്നു, ഈ മന്ത്രി MLA ഒന്നുമല്ല, MP വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു എന്താ ഇങ്ങനെ പറയുന്നത്. അപ്പം ഈ പ്രാർത്ഥനയുടെ ഇടയിൽ ഡാഡിയുടെ ഈ ആണ്ടിൻ്റെ ചടങ്ങിന് വരാൻ പറ്റാഞ്ഞ ഞങ്ങളുടെ ഡാഡിയുടെ ഒരു സുഹൃത്ത് അവിടെ വരികയും പുള്ളിക്കാരനുമായിട്ട് സംസാരിച്ചപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനത്തെ ഒരു സംരംഭത്തിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്, ഒരാൾ വരാത്ത കാരണം ഇങ്ങനെ പ്രിൻ്റ് എടുക്കാതിരിക്കുക നോട്ടീസ്, അച്ഛനുണ്ട്, ആരെങ്കിലും ഒരാളെയും കൂടെ വേണം എന്നുള്ള രീതി പറഞ്ഞപ്പം പുള്ളി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, മോനെ ഇങ്ങനെ MP കായംകുളത്ത് വരുന്നുണ്ട്, ആരിഫ്. അപ്പം അവർ കായംകുളത്ത് വന്നതിന് ശേഷം കരുനാഗപ്പള്ളി പോകുന്ന വഴിക്ക് ഇവിടെ വന്ന് ഇനാഗുറേഷൻ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ മാതാവ് ആ പ്രാർത്ഥനയുടെ വേളയിൽ അറേഞ്ച് ചെയ്ത് തന്നതാണ്. പിന്നീട് ഒരു സാക്ഷ്യവും കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു കസിൻ ഗൾഫിൽ നിന്ന് ഇന്റേണൽ ഓർഗൻസിൻ്റെ മുഴുവൻ ഇൻഫെക്ഷൻ അടിച്ച് ഒരു സ്പെഷ്യൽ ഫ്ലൈറ്റിൽ നാട്ടിലെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം ആ മകനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷർട്ട് വീട്ടിൽ വന്നെങ്കിലും ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാനോ വീൽ ചെയറിൽ തന്നെയാണ്, ബെഡിൽ തന്നെ കിടക്കുന്ന അവസ്ഥയാണ്. പുള്ളിക്കാരന് ഷർട്ടിൻ്റെ ബട്ടന് പോലും ഇടാൻ പറ്റില്ല. അപ്പം ആ മകൾ എൻ്റെ മോൻ്റെ കൂടെ ആ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം മോൻ്റെ കൂടെ സ്കൂളിൽ വിടാൻ വേണ്ടി വന്നപ്പോൾ എന്നോട് കണ്ണുനീരോട് അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ ഉപ്പെടുത്ത് കൊടുത്തു, വിശ്വാസ പ്രമാണം ചൊല്ലി. ആ മകളോട് പറഞ്ഞു, എൻ്റെ കസിനാണ് അവൻ. അപ്പം ഞാൻ പറഞ്ഞു, അവന് ഒരു കുഴപ്പവും വരത്തില്ല, 7 ദിവസം കഴിയുന്നതിന് മുമ്പ് അവൻ സൗഖ്യപ്പെടും, മാതാവിന് നന്ദി പറയണമെന്ന് പറഞ്ഞു. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചെന്ന് മാതാവിനോട് പറഞ്ഞു, അമ്മേ, നിന്നെ മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞത്, നിൻ്റെ നാമം മഹത്വപ്പെടണം, അവർ സൗഖ്യപ്പെട്ടു എന്ന്, അവന് സുഖമായെന്ന് ആ മകൾ എൻ്റെ അടുത്ത് 7 ദിവസത്തിനകത്ത് വന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓരോ ദിവസവും ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാ ദിവസവും അമ്മയോട് പറയും, ഇനി 4 ദിവസമേ ഉള്ളൂ, ഇനി 3 ദിവസമേ ഉള്ളൂ എന്ന് മാതാവിനോട് ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിച്ചു. അങ്ങനെ 5-ാമത്തെ ദിവസം ഞാൻ അവൻ്റെ ഭാര്യ വന്ന് എന്നോട് പറയണമെന്നാണ് പറഞ്ഞത്. പക്ഷേ 5-ാമത്തെ ദിവസം ആ മകനാണ് അവൻ്റെ മോനെ എൻ്റെ മോൻ്റെ കൂടെ സ്കൂളിൽ വിടാൻ വേണ്ടി കൊണ്ടുവന്നത്. വണ്ടി ഓടിച്ച് എഴുന്നേക്കാനോ ഷർട്ടിൻ്റെ ബട്ടൺ ഇടാനോ പറ്റാതെ കിടന്ന മകനാണ്. അപ്പോൾ ആ മകൾ എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വെറും വയറ്റിൽ അവന് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരു വലിയ രോഗസൗഖ്യം ആ മകന് ലഭിച്ചു. പിന്നെ എൻ്റെ 1-2 ഫ്രണ്ട്സിനൊക്കെ മക്കളില്ലാതിരുന്ന ഒരു ആശാവർക്കറിൻ്റെ മകൾക്ക് 9 വർഷത്തിന് ശേഷം എൻ്റെ പ്രാർത്ഥനയും ഉടമ്പടി പത്രവും കാശുരൂപവും കൊടുത്തത് വഴി ആ മകൾക്ക് ആശാവർക്കറിൻ്റെ മകൾക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചു. അത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. എനിക്ക് ഫീൽഡ് വിസിറ്റ് ഉണ്ട്. അത് ഞായറാഴ്ച പള്ളിയിൽ പോയപ്പം അവിടെ നേരത്തെയും ഇങ്ങനെ വാങ്ങുന്നവർ പത്രം വെച്ചിരിക്കും, ഞാനതെടുത്ത് കൊണ്ട് നടന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് 3 കെട്ട് പത്രം പള്ളിയിൽ തന്നെ ഇരിക്കുന്നു. അത് ഞാൻ എടുത്ത് അത് കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം കോട്ടയത്തും ബുധനാഴ്ച കൊല്ലത്തുമായിട്ട് അതും കൊടുത്തു. പോകുന്ന വഴി എപ്പോഴും എൻ്റെ കയ്യിൽ പത്രം കാണും. അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ പ്രാർത്ഥിച്ച് കൊണ്ടെത്തിക്കും മാതാവ് എന്നെ. അവിടെ രോഗി സന്ദർശനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഫീൽഡ് പ്രവർത്തനത്തിനിടയിൽ ഞാൻ പോകുന്ന വഴിയെല്ലാം മാതാവ് ഞാൻ എത്തിക്കേണ്ട രോഗികളുടെ അടുത്ത് തന്നെ എത്തിക്കുകയും അവർക്ക് വേണ്ടുന്നതായ പ്രയർ ആവശ്യമുള്ളവർക്ക് പ്രയർ, ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം, സാമ്പത്തികം ആവശ്യമുള്ളവർക്ക് സാമ്പത്തികം ഒക്കെ എനിക്ക് കൊടുക്കാനായിട്ട് എത്തിക്കും. എന്നോട് അനേകം മക്കൾ പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കും. അതെല്ലാം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഒരുപാട് പേർക്ക് ഞാൻ വഴിയായിട്ട് മാതാവിൻ്റെ കൃപ കിട്ടിയതായിട്ട് അവർ എന്നോട് പറയുകയും അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ച് കിട്ടിയതായിട്ട് വെളിപ്പെടുത്തുകയും ചെയ്തു. ഒട്ടുമിക്ക ആളുകളും ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. തൊഴിലുറപ്പ് മേഖലകളിലൊക്കെ ഞങ്ങൾ വിസിറ്റിന് പോകുമ്പം അവിടെയും പത്രം കൊടുത്ത് അവിടുന്ന് വാഹനം അറേഞ്ച് ചെയ്ത് ഒരു കൂട്ടം ആളുകൾ പല തവണയായിട്ട് ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഞാൻ അവിടെ ചെല്ലുമ്പം അവരൊക്കെ ഓടി വന്ന് മാതാവിനെക്കുറിച്ച് 1000 നാവോട് എന്നോട് സംസാരിക്കും. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ ജീവിതം എന്നും മാതാവിനും തിരുക്കുമാരനും ജീവിതാന്ത്യം വരെ, അല്ലെങ്കിൽ നമ്മുടെ നിത്യത വരെയും കൂടെ ഇരിക്കുവാനുള്ള കൃപ തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇനി എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ഒരു സാക്ഷ്യത്തിൽ ഇദ്ദേഹം ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, എന്തിനാണ് നമുക്കൊരു കുടുംബം, എന്തിനാണ് നമുക്കൊരു തൊഴിൽ, എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ഈ എന്തിനാണെന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ട് മറുപടി ബൈബിൾ നൽകുന്നുണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിക്കുകയോ പാനം ചെയ്യുകയോ ഏത് തൊഴിൽ ചെയ്യുമ്പോഴും അതെല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണെന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള മറുപടി കർത്താവ് ഡയറക്റ്റും അല്ലെങ്കിൽ ബൈബിളിൻ്റെ തുടക്കം തൊട്ട് അവസാനം. അതുകൊണ്ട് തന്നെയാണ് ബൈബിൾ ജീവിതത്തിൽ വ്യക്തമായിട്ടൊരു ഫോക്കൽ പോയിൻ്റുള്ള ഫോക്കസ് എന്താണെന്നുള്ള ചോദ്യത്തിനും ഈ ഒരു സാക്ഷ്യത്തിൽ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. നിത്യതയാണ് അതിൻ്റെ ഫോക്കസ്. ഒരു പക്ഷേ
പതുക്കെ പതുക്കെ ഉടമ്പടിയിൽ നിൽക്കുന്നവർ ഈ ഒരു ബോധ്യത്തിലേക്ക് പരിശുദ്ധ അമ്മ കൊണ്ടുചെന്ന് നിർത്തും. അതാണ് അമ്മയുടെ ഏറ്റവും വലിയൊരു ദൗത്യം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഇവിടെ ഇപ്പം കൂടുതലും കുടുംബങ്ങളായിട്ട് വന്നാണ് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത്. കുടുംബങ്ങളായിട്ട് അൾത്താരയിൽ നിൽക്കുമ്പം ഇനി പ്രത്യേകിച്ച് ഇവർ ഒരുമിച്ച് ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പ്രത്യേക വാക്കുകളിൽ പറയേണ്ട ആവശ്യമില്ല. കാരണം സമയം കണ്ടെത്തി അൾത്താരയിൽ വരെ സാക്ഷ്യം പറയാൻ എത്തുന്ന കുടുംബം ഉറപ്പായിട്ടും പ്രാർത്ഥനയിൽ ഒരുമിക്കുന്നവരാണ് എന്ന് ചിന്തിക്കുന്നത് വളരെ യുക്തമാണ്. പിന്നെ മൂന്നാമത്തത് ഈ മകൻ്റെതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം. ഈ മകന് അങ്ങനെ ഒരു ഇതുണ്ടാകുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധ അമ്മ ഒരു ദർശനത്തിൽ അല്ലെങ്കിൽ ഒരു കാര്യം നടക്കാൻ പോകുന്നു, ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഒരു ദർശനങ്ങളുടെ ഒരു ലോകം, സ്വപ്നങ്ങളുടെ ഒരു ലോകം, ദൈവാനുഭവത്തിൻ്റെ ഒരു ലോകം, ദൈവം സംസാരിക്കുന്ന ആശയവിനിമയത്തിൻ്റെ ഒരു ലോകത്തിലേക്കുള്ള ഒരു താക്കോലാണ് ഉടമ്പടി. അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കും വ്യക്തമാണ്. ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, എല്ലാവരിലേക്കും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, എല്ലാവർക്കും സ്വപ്നങ്ങൾ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. അപ്പം ഇതൊരു വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ ആത്മീയമായ ഒരു ലോകത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു താക്കോലാണ്. അതുകൊണ്ടാണ് ഉടമ്പടി എടുത്തവർ ഉടമ്പടി സാക്ഷ്യം കേൾക്കുന്ന പോലെ ഉടമ്പടിക്ക് പുറത്തുള്ളവരും വിശ്വാസമില്ലാത്തവരും കാണുന്നത്. ഈ ഒരു ലോകത്തിന് അതിൻ്റെതായ ഒരു ഉടമ്പടിയുടെ ലാംഗ്വേജ് ഉണ്ട്, ഉടമ്പടിയുടെ അനുഭവമുണ്ട്. അതുകൊണ്ടാണ് സാക്ഷ്യം കേൾക്കുന്നവർ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുകയും സാക്ഷ്യം കേൾക്കേണ്ടത് തീരുമാനിക്കുന്നവർ പിന്നീട് കേൾക്കാതെ. അപ്പം ഈ ഒരു ലോകത്തിലേക്ക് ഒരുപാട് പേര് പരിശുദ്ധ അമ്മ ക്ഷണിച്ച് കൊണ്ടുവരുന്നതിന് ഓർത്ത് നന്ദി പറയാം. ഒപ്പം ഏറ്റവും അവസാനം നമുക്കൊരു അനുഭവം ഉണ്ടാകുക എന്നതുപോലെ പ്രധാനപ്പെട്ട നമ്മൾ കാരണം മറ്റുള്ളവർക്ക് അനുഭവം ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന ആ വലിയ ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഇടയിൽ പോലും ഇദ്ദേഹത്തിലൂടെ പരിശുദ്ധ അമ്മയെ മറ്റുള്ളവരേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എവിടെ പോയാലും ഒരു 3 കെട്ട് പത്രം മേടിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിലെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. സഞ്ചാരി മാതാവ് പലരുടെയും ജീവിതത്തിലേക്ക് സഞ്ചരിച്ച് എത്തിച്ചേരുന്നത് ഇവിടെയുള്ള ഉടമ്പടി വസ്തുക്കളിലൂടെയാണ്. അതിലൊരു സംശയമില്ല. പിന്നെ ഏറ്റവും അവസാനം സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് ലോജിക്കലി ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി വിലയിരുത്തി അവസാനമാകുമ്പോൾ മാതാവ് തന്നെയാണ് ഈ ഒരു പ്രചോദനവും ശക്തി നൽകുന്നത്. ഇപ്പം സമുദ്രത്തിനെക്കുറിച്ച് ഉള്ളൊരു റെഫറൻസ് ഈ സാക്ഷ്യത്തിലുണ്ട്. നിങ്ങൾക്കറിയാം പരിശുദ്ധ അമ്മയുടെ പശ്ചാത്തലമായിട്ട് ഒരു സമുദ്രമാണ് കൃപാസനത്തിലുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾ യൂട്യൂബിലും അല്ലെങ്കിൽ വിക്കിപീഡിയയിലേക്ക് അടിച്ചു കൊടുക്കുമ്പോൾ അറിയാം, പരിശുദ്ധ അമ്മയെ സമുദ്ര താരകമെന്നാണ് പഴയ കാലം തൊട്ട് തന്നെ വിളിച്ചു പോകുന്നത്. അതിൽ പല കാര്യങ്ങളുണ്ടെങ്കിലും സമുദ്രത്തിൻ്റെ യാത്ര ചെയ്യുന്നവർക്ക് ഒരു ഗൈഡ് ലൈൻ ആയിട്ട്, ഒരു ഗൈഡിങ് സ്റ്റാർ ആയിട്ടാണ് പരിശുദ്ധ അമ്മയെ കാണുന്നത്. ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ ഉടമ്പടിയിൽ ലഭിച്ച സന്ദേശവും ഉടമ്പടിയുടെ മുൻപോട്ടുള്ള കാര്യങ്ങളും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ തീരദേശത്തുകൂടെയാണ് യഥാർത്ഥ ശുശ്രൂഷ ചെയ്ത് പരിശുദ്ധ അമ്മ ഇന്ന് ഈ ആലയത്തിൽ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. എല്ലാത്തിൻ്റെ പിന്നിലും വ്യക്തമായിട്ട് ഒരു ദൈവിക പദ്ധതി ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരുപാട് പേര് കടൽ തിരമാലകളൊക്കെ അവരുടെ ഉടമ്പടിയിൽ, അപ്പം എല്ലാം ഇങ്ങനെ ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കാണിക്കുന്നതിന് പിന്നിൽ പരിശുദ്ധ അമ്മയ്ക്ക് വ്യക്തമായിട്ട് ലക്ഷ്യമുണ്ട്. ഈ ഒരു ലോകത്തേക്കുള്ള ക്ഷണമാണ് ഓരോ വ്യക്തിയുടേതും. പ്രാർത്ഥനയോടെ, കൃപയോടെ, സ്നേഹത്തോടെ കടന്നു വരുന്നവരൊക്കെയും വലിയ ദൈവാനുഭവങ്ങളുമായിട്ടാണ് ഇവിടെ നിന്ന് തിരികെ പോകുന്നത്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതിലേക്ക് നടന്നു നീങ്ങുവാനായിട്ട് ഒരു പക്ഷേ നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകളും ഒരു കാരണമാകാം. ഈ ഒരു സാക്ഷ്യം നമ്മളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.